കേരളത്തിലെ ഇടത് ഇസ്ലാമിക ശക്തികൾക്കെതിരെ നിൽക്കുന്നു എന്നും പറഞ്ഞ് വലിയൊരു യൂട്യൂബറാണ് താനെന്നും താനാണിഞ്ഞ് കേരളത്തിലെ കാര്യങ്ങൾ ജനാധിപത്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർക്കും മേലെ ഇരുന്ന് പ്രവർത്തിക്കുക എന്നും ഒപ്പം തന്നെ മയിയുടെ ആൾദൈവം എന്ന് മറ്റുള്ളവർ പറയുന്നു. ഹൈന്ദവരായിട്ട് അവരെ ഒരു വ്യക്തിയായിട്ട് ആചരിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു സ്ത്രീയാണ്. ഞാൻ ആൾദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ സമൂഹത്തിൽ ആദരണീയയാണ്. ആ രീതിയിൽ ഞാനും ബഹുമാനിക്കുന്നു. അവരെ അവഹേളിക്കാൻ ഞാൻ ആളല്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് സർട്ടിഫിക്കേഷൻ, അതായത് സമൂഹത്തിൽ ഉന്നത നിലത്തിൽ നിൽക്കുന്ന ഹൈന്ദവ സമൂഹം, ഹൈന്ദവ സഹോദരങ്ങൾ വലിയൊരു സ്ഥാനം നൽകുന്ന, ഒപ്പം തന്നെ സമൂഹത്തിന് വലിയ സാമൂഹികമായിട്ട് ആശുപത്രികളും കോളേജുകളും വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷനും സംഭാവനയാണ് അവരുടെ. അവരൊന്നും കൊച്ചാക്കി കാണിക്കാൻ പറ്റില്ല. പക്ഷെ ആൾദൈവം എന്നുള്ളത് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാനായിട്ട് വളർന്ന ഇമ്മിണി വലിയൊരു യൂട്യൂബർ, വലിയ ആളാണ്, 30 ലക്ഷം ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ കാണുന്നുണ്ട് എന്നുള്ളൊരു അഹങ്കാരം ശരിക്കും അതിൻ്റെ മേലെയുണ്ട്. ഒപ്പം തന്നെ അവിടെ മാതാമൃതാനന്ദമയ്യനെ കാണാൻ വന്നപ്പോൾ സജി ചെറിയാൻ പാവം പറഞ്ഞു, അതേ ഇലക്ഷനാണ് വരണേട്ടാ. അത് രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ ഈ പത്രമാധ്യമങ്ങളിൽ ഇരിക്കുന്നവരോടൊക്കെ പറയാറുള്ളൊരു ഭാഷയാണ്, ഇലക്ഷനാണ് വരണേ എന്നൊക്കെ പറയാറുണ്ട്. ഒന്ന് കുറച്ച് ഇത് വിമർശിക്കണമെന്ന്. അപ്പം അത് വന്ന് പുറത്ത് പറയാറില്ല. ഒരു പത്രക്കാരൻ്റെ അതായത് പ്രൈവറ്റ് കോൺവെർസേഷനാണ്. അത് വന്നിട്ട് എന്നോട് സജി ചെറിയാൻ എൻ്റെ കാലുമ്മ വീണിട്ട് ചോദിക്കായിരുന്നു, ഇലക്ഷനാ വരണേ, ഞാനൊന്ന് സഹായിക്കണമെന്ന്. ഇവൻ ആരെ മലവണ്ടൻ? എന്നിട്ടിരുന്നിട്ട് ഞാൻ അവൻ്റെ പേരൊന്നും പറയാനില്ല. മലർനാടൻ, ഒരു മലരിനാടൻ മലവണ്ടാണ് അവൻ എന്നിട്ട് അവനാ തീരുമാനിക്കണം. ഇത്ര നാളെ ഇടത് ഇസ്ലാം ഇപ്പോൾ വിട്ടിട്ട് ഇവൻ്റെ ഒരു ചുടാപ്പിക്കളി ഉണ്ട്. ഇവൻ പറയണ് ജാസ്മിൻ ഷാ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പം മറ്റേ നസറുള്ളയുടെ കൂട്ടുകാരൻ ഉണ്ട്, ഒരു റിട്ടയേർഡ് ജഡ്ജി കമാൽ പാഷ. അവനൊക്കെ ക്രിസ്തീയ സഭകൾക്കും കത്തോലിക്ക സഭയ്ക്കും ഹിന്ദുവിനൊക്കെ ഇട്ട് പണിയുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ന്യായാധിപൻ്റെ കമാൽ പാഷയൊക്കെ ഇതുവരെ കാണിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ളൊരു മതപരമായിട്ടുള്ളൊരു മുൻഗണന, അദ്ദേഹത്തിന് വേർതിരിവ് കാണിക്കുന്ന ഒരു ന്യായാധിപൻ, അതായത് റിട്ടയേർഡ് ന്യായാധിപനെ, എപ്പോഴും ന്യായാധിപനല്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വിമർശിക്കുന്നത്. അപ്പം ഇയാൾ നല്ലത്, ഇവൻ നല്ലതാന്ന് പറഞ്ഞ, ഈ മലർവണ്ട് നല്ലതാന്ന് പറഞ്ഞാൽ അപ്പം നല്ലവനായി. ഇവൻ നല്ലതാന്ന് പറഞ്ഞാൽ മാത്രം ഇപ്പം കേരളത്തിൽ ആരാ നല്ലത്? തിരഞ്ഞെടുക്കുന്ന വോട്ട് ചെയ്യുന്നതിനൊന്നും ഒരു വിലയില്ല. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇവൻ്റെ വിറിങ്ങിന്നൊരു ന്യൂസ് എനിക്ക് കിട്ടി. ഇവനിപ്പോൾ ഒരു അപഹർഷതാബോധം, കാരണം 30 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളോട് കുറച്ച് സത്യങ്ങൾ അവൻ മുമ്പ് വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ അവൻ വലിയ ഈ നഴ്സിംഗ് കച്ചവടം, പിന്നെ നഴ്സിംഗ് പരീക്ഷയിൽ വരെ ഇടപെട്ടു. ഈ സ്ത്രീകളെ കയറ്റി വിടുന്നു, പുറത്തേക്ക് കയറ്റി വിട്ട് ചതിക്കുന്നതിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഈ മലർവണ്ടൻ. ഈ മലവണ്ടൻ ഇപ്പം ഒരു അപകർഷതാബോധം, കാരണം മറ്റു പലരും, ഇപ്പോൾ എൻ്റെ ആശാൻ മാത്യു സാമുവൽ, അദ്ദേഹം 3 ദശാബ്ദം മുമ്പ് ക്യാമറ വെച്ച് മന്ത്രിമാരുടെ മുമ്പിൽ പോയിട്ട് അവരുടെ കള്ളത്തരങ്ങൾ ചോർത്തിയതാണ്, ജോർജ് ഫെർണാണ്ടസ് പോലെയുള്ള പ്രതിരോധ മന്ത്രിനെയൊക്കെ. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കാതെ വെറുതെ പിണറായി വിജയൻ കള്ളൻ എന്ന് പറഞ്ഞൊരു വ്യക്തിവിദ്വേഷം വെച്ച് മാത്രം ഓടിച്ചു കൊണ്ടു നടക്കായിരുന്നു. അത് ഇനി ഓടില്ല എന്നുള്ളത് ഈ മലർവണ്ടിന് മനസ്സിലായി. ഈ മലവണ്ടിന് മനസ്സിലായി, ഇത് ഇനി പിണറായി കണ്ടോ കള്ളൻ, പിണറായി കണ്ടോ പ്രിയങ്ക ഗാന്ധി ഹമാസിന്റെ സഞ്ചി ഉള്ളത് കൊണ്ട് നല്ലത്, അതൊക്കെയാണ് ഇപ്പം അവൻ്റെ നിലപാട്. ഇടത് ഇസ്ലാമികൾക്ക് നിൽക്കുന്നുണ്ട്. അവ എപ്പോഴെങ്കിലും പ്രിയങ്ക ഗാന്ധിനെ രാഹുൽ ഗാന്ധിനെ വിമർശിച്ചാൽ മതി. ഏറ്റവും സുഡാപ്പിഫിക്കേഷൻ കോൺഗ്രസിൻ്റെ കൂടിയാ. ആരെങ്കിലും ഇവനെ പുകഴ്ത്തിയ അപ്പം ഒരു ഹീറോ ആയി. ഇവനില്ലെങ്കിൽ, ഇവൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ മാതാമർദ്ദാനുമായി ഇല്ല, ആരുമില്ല. അതാണ് അവൻ്റെ സ്ഥിതി. എന്നാലോ എന്നും അവൻ അവനറിയാം മോഡീനെ പൊക്കി വെച്ചേക്കുന്നത് അത് തിരിച്ചടിക്കുന്നുള്ള സംഖ്യകൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം പൊക്കി വെച്ച് താഴെ ഇടാനാന്നുള്ളത് സംഖ്യകൾക്കും കൃസംഖ്യകൾക്കും അറിയാമോ പണി എന്നുള്ളത്. കാരണം ഇപ്പം കണ്ടു നോക്കിക്കോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഇപ്പം ഇവന് ഞാൻ അങ്ങനെയല്ല അത് വെച്ചേട്ടാ, ഇസ്ലാമിക സൗകര്യം വളരെ നല്ലതാണെന്നൊക്കെയാണ് ഇവൻ്റെ ഭാഷ. ഈ മലർനാടൻ മലവണ്ട് ഇപ്പം ക്യാമറ വെച്ച് എവിടെ പോകണം? ധൈര്യം ഉണ്ടെങ്കിൽ പിണറായിയുടെ അടുത്ത് പോകും. ക്യാമറ വെച്ച് പോകാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് ഈ റിങ്ങിന്ന് കിട്ടിയ പരിപാടി. ഇവനാണോ ഇവൻ്റെ ഈ ശില്പന്തികളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ക്യാമറയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട്, ഇതിനെപ്പറ്റി ചർച്ച ചെയ്തതിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് ഇത് കിട്ടി.
കാപ്പട്യത്തിൻ്റെ അങ്ങേ തലപ്പത്ത് നിൽക്കുന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അത് വ്യക്തമായിട്ട് ഇവനെ എഴുതി കൊടുക്കണതുണ്ട്. ഞാനൊന്നും ടെലിപ്രോംപ്റ്റർ വെച്ചല്ല പറയണേ. ഇവൻ ഈ ടെലിപ്രോംപ്റ്ററി വെച്ചിട്ട് വായിക്കണിരുന്നിട്ട്, ആരെങ്കിലും എഴുതി കൊടുക്കണിരുന്നിട്ട് ഒന്ന് വായിക്കണം. അത് സ്ക്രിപ്റ്റ് ഇപ്പോൾ എഴുതി ഉണ്ടാക്കിയായിട്ട് വായിക്കാനായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. ഇവനൊക്കെ സകലത് അങ്ങോട്ട് തിരിച്ചിട്ട് ഇപ്പോൾ ഇവൻ മാത്രം ഇവൻ അറിഞ്ഞാൽ മാത്രം ഇവനാണ് KM ഷാജഹാനെ പോലീസിൽ നിന്ന് പുറത്തിറക്കിയത്. ഇവൻ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ ഈ മലവണ്ടിനെ പറ്റി നിങ്ങൾ ബോധവാന്മാരാകാന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആരാണ് ഈ മലവണ്ട് എന്നുള്ളത്.